സൈലൻറ്റ് വാലിയിലേക്കുള്ളൊരു ചെറിയൊരു ട്രിപ്പാണിത്. നമ്മളാദ്യം ജീപ്പിലാണ് സ്റ്റാർട്ട് ചെയ്തത്. സോ ഇതാണ് ഇതിൻ്റെ എൻട്രൻസ്. ഈ ജീപ്പിലൂടെ 23 കിലോമീറ്റർ ഉള്ളിലോട്ട് പോകുമ്പോഴാണ് സൈലൻറ്റ് വാലി വനമേഖല എത്തുന്നത്. ഇത് ശരിക്കും പാലക്കാട് ജില്ലയിൽ പശ്ചിമഘട്ടത്തിൽ സ്ഥിതി ചെയ്യുന്ന ഒരു നാഷണൽ പാർക്കാണ്. 89 സ്ക്വയർ കിലോമീറ്ററാണ് ഇതിൻ്റെ മൊത്തം വിസ്തീർണം എന്ന് പറയുന്നത്. ഇതിലൂടെ ഇങ്ങനെ നമ്മൾ ജീപ്പിൽ പോകുമ്പോൾ ഓരോ സ്ഥലത്തും വനത്തിൻ്റെ ഒരു സ്വഭാവം മാറി മാറി വരുന്നത് കാണാം. ആദ്യം കുറച്ച് എന്താ പറയുക, ഇലയെല്ലാം പൊഴിഞ്ഞു നിൽക്കുന്ന കാടായിരിക്കും. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ പോകുമ്പോൾ മഴക്കാടുകളെത്തും. അങ്ങനെ 23 കിലോമീറ്റർ ഇങ്ങനെ കാട്ടിൻ്റെ ഉള്ളിലൂടെ ജീപ്പിൽ അവർ കൊണ്ടുപോകും. നമ്മൾ പോണ വഴിക്ക് ഈ ജീപ്പിൻ്റെ ഡ്രൈവർ ഒരുപാട് ഇതിൻ്റെ ചരിത്രം മുഴുവനും നമുക്ക് വിശദീകരിച്ച് തരും. സൈലൻറ്റ് വാലിയുടെ ഭൂമിശാസ്ത്രപരമായ പ്രത്യേകതകളും 84 നടന്ന സൈലൻറ്റ് വാലി പ്രക്ഷോഭ കാലഘട്ടത്തിലെ കുറേ കഥകളും അതിനുശേഷം സൈലൻറ്റ് വാലി ഒരു ദേശീയ ഉദ്യാനമായി പ്രഖ്യാപിച്ച ആ സമയത്തിൽ നടന്ന കാര്യങ്ങളും ഒക്കെ നമ്മുടെ ഗൈഡെല്ലാം വിശദമായിട്ട് തന്നെ കാണിച്ചു തന്നു. ഈ 23 കിലോമീറ്റർ ഇങ്ങനെ പോയി അവരാദ്യം എത്തുന്നത് ഒരു വ്യൂ ടവറിലാണ്. സൈലൻറ്റ് വാലി വാച്ച് ടവറുണ്ട്. ആ വാച്ച് ടവറിൻ്റെ ഏറ്റവും മുകളിൽ കയറി നിന്ന് നമുക്ക് സൈലൻറ്റ് വാലിയുടെ മൊത്തം ഭംഗിയെല്ലാം ഒന്ന് ആസ്വദിക്കാൻ പറ്റും. സോ 23 കിലോമീറ്റർ പോയിട്ട് ആദ്യം എത്തുന്നത് അവിടെയാണ്. അപ്പോൾ ആ പോണ വഴിക്കുള്ള കാഴ്ചകളാണത്. പോണ വഴിക്ക് ഒരുപാട് ഗൈഡ് പറയുന്ന പ്രകാരം 250 വർഷത്തിന് മേലെ പഴക്കമുള്ള ഒരുപാട് മരങ്ങളും ഇതൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. ഒരുപാട് കരിങ്കുരങ്ങിനെയും സിംഹവാലൻ കുരങ്ങും ഒക്കെ മലയണ്ണാനെയൊക്കെ ഈ പോണ വഴിക്ക് നമുക്ക് കാണാൻ പറ്റും. അത് കഴിഞ്ഞ വാച്ച് ടവർ കഴിഞ്ഞിട്ട് നമ്മൾ നേരെ കുന്തിപ്പുഴയ്ക്കാണ് പോകുന്നത്. ഒരു 1.5 കിലോമീറ്റർ നടന്നിട്ട് കുന്തിപ്പുഴ കാണാൻ വേണ്ടി പോകാൻ പറ്റും. അപ്പോൾ 1985 ഇതൊരു നാഷണൽ പാർക്കായിട്ട് അന്നത്തെ പ്രധാനമന്ത്രിയായിരുന്ന രാജീവ് ഗാന്ധി പ്രഖ്യാപിച്ചത്. ആ ശിലാഫലമൊക്കെ അവിടെ നമുക്ക് കാണാൻ പറ്റും. അതുപോലെ ചില ആദിവാസി സെറ്റിൽമെൻറ്റുകൾ, അവരിപ്പോൾ ഉന്നതികൾ എന്നാണ് അതിനെ വിളിക്കുന്നത്. അത്തരം ആദിവാസി സെറ്റിൽമെൻറ്റുകൾക്ക് ഈ പോണ വഴിക്ക് കാണാൻ പറ്റും. ഒരുപാട് നല്ല ഹൈറ്റുള്ള ഒരുപാട് മരങ്ങളും പഴയ 10-200 കൊല്ലം പഴക്കമുള്ള മരങ്ങളൊക്കെ നമുക്ക് കാണാൻ വേണ്ടി പറ്റും ഇവിടെ. പാലക്കാട് നിന്ന് KSRTC ബഡ്ജറ്റ് ടൂറിസത്തിൻ്റെ ഭാഗമായിട്ട് ഈ പറയുന്ന സൈലൻറ്റ് വാലിയിലേക്ക് ട്രിപ്പ് നടത്തുന്നുണ്ട് കേട്ടോ. അതിലൊരാൾക്ക് 1490 രൂപയാണ് ചാർജ് ചെയ്യുന്നത് അവർ. ഇത് 250 വർഷം പഴക്കമുള്ളൊരു മരമാണ്. ഒരു പ്ലാവാണിത്. വളരെ വർഷം പഴക്കമുള്ളൊരു പ്ലാവാണ് ഈ കാണുന്നത്. ഇതാണ് വാച്ച് ടവർ, സൈലൻറ്റ് വാലി വാച്ച് ടവർ. ഇതിൻ്റെ ഏറ്റവും മുകളിൽ പോയി നമുക്ക് സൈലൻറ്റ് വാലി മൊത്തം കാണാൻ പറ്റും. കുന്തിപ്പുഴയുടെ ഉത്ഭവമൊക്കെ നമുക്കിതിൻ്റെ മേലെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ കുന്തിപ്പുഴയൊക്കെ നമുക്ക് കാണാൻ പറ്റും. ആ മേലെ നിന്നുള്ളൊരു വ്യൂ ആണിത്, സൈലൻറ്റ് വാലി മലനിരകളുടെ.
വാച്ച് ടവറിൽ നിന്ന് നേരെ നമ്മൾ കുന്തിപ്പുഴ കാണാൻ വേണ്ടിയിട്ടാണ് പോകുന്നത്. ആ പോണ വഴിയാണിത്. ഇവിടുന്ന് 1.5 കിലോമീറ്റർ നടന്നിട്ട് നമുക്ക് കുന്തിപ്പുഴ കാണാൻ പോകും. പോണ വഴിക്ക് മലയണ്ണാനെയും കരിങ്കുരങ്ങിനെയൊക്കെ നമുക്ക് കാണാൻ പറ്റും. ആ കാണുന്നത് ഒരു കരിങ്കുരങ്ങാണ്. കുന്തിപ്പുഴയിൽ ഇപ്പോൾ വെള്ളം കുറവാണ്. അവിടെ കുന്തിപ്പുഴയ്ക്ക് കുറുകെ തൂക്കുപാലത്തിൻ്റെ പണി നടക്കുന്നുണ്ട്. നമുക്ക് അതിൻ്റെ അടുത്ത് പോകാൻ പറ്റില്ല. പക്ഷേ കുറച്ച് മാറി കാണാൻ പറ്റും. കുറച്ച് വെള്ളമേ ഇപ്പോൾ ഉള്ളൂ. അത് കഴിഞ്ഞ് ഈ കുന്തിപ്പുഴ എല്ലാം കണ്ട് നമുക്ക് ഇതേപോലെ തിരിച്ച് നമ്മൾ ജീപ്പിൽ കൊണ്ട് മുക്കാലി എന്ന് പറയുന്ന സ്ഥലത്ത് കൊണ്ട് വിടും. അവിടെ നിന്നാണ് ജീപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നത്. മുക്കാലി എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് അവിടെ നിന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്ത് തിരിച്ച് അവിടെ തന്നെ കൊണ്ടുവിടും. നേരത്തെ ബുക്ക് ചെയ്ത് വന്നു കഴിഞ്ഞാൽ അവർ ജീപ്പൊക്കെ അലോക്കേറ്റ് ചെയ്ത് തരും. നമ്മൾ പെട്ടെന്ന് പോകുമ്പോൾ ചിലപ്പോൾ ആൾക്കാർ ഫുള്ളാണെങ്കിൽ കാണാൻ പറ്റില്ല. അതായതാണ് കുന്തിപ്പുഴ. ഈ കുന്തിപ്പുഴയ്ക്ക് കുറുകെ ഒരു അണക്കെട്ടൊക്കെ കെട്ടിയിട്ട് ഒരു തെർമൽ ഇലക്ട്രിക് പവർ പ്രോജക്റ്റാണ് ആദ്യം ഉണ്ടാക്കാൻ വേണ്ടി ഉദ്ദേശിച്ചത്. അതിനെയാണ് പരിസ്ഥിതിവാദികളും സുഗതകുമാർ എല്ലാം കൂടെ പ്രൊട്ടസ്റ്റ് ചെയ്ത് അതാണ് സൈലൻറ്റ് വാലി പ്രക്ഷോഭം എന്ന പേരിൽ അറിയപ്പെടുന്നത്. അപ്പോൾ അത്രയൊക്കെയുള്ളൂ. വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക് യു. ഇതാണ് എൻട്രൻസ് സൈലൻറ്റ് വാലിയുടെ.